വീട്ടുകാരെ അനുസരിക്കാതെ ഒട്ടകം കുതിരയോടുന്ന പോലെ എന്നിൽ നിന്ന്, എൻ്റെ ദീനിൽ നിന്ന് ഓടി മറഞ്ഞവരൊഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലെത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അദാബു ഉമ്മതി ഫീ ദുനിയാഹാ, എൻ്റെ ഉമ്മത്തിന് അല്ലാഹു നാളെ നരകത്തിലല്ല ശിക്ഷ കൊടുക്കുക, എൻ്റെ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന ശിക്ഷ ഈ ദുനിയാവിലാണ്. അദാബു ഉമ്മതി ഫീ ദുനിയാഹാ. ഇവിടെ വരുന്ന ടെൻഷനൊക്കെ നിയമങ്ങളിൽ, പിന്നെ ഏക സിവിൽ കോഡ് വരുമോ, NRC വരുമോ, അല്ലാഹു ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ഈ പേടിക്കണത്? എന്തിനാണ് ഈ പേടി? പടച്ച തമ്പുരാനുള്ളൊരു ലോകത്ത് എന്തിനാ ഈ പടപ്പുകൾ പേടിക്കണത്? പടപ്പാണോ ഇതിൻ്റെ നിയന്ത്രിക്കണത്? പടപ്പുകളാണോ നിയന്ത്രിക്കുന്നത്? ആണോ അല്ലയോ? അല്ല. ആരാ നിയന്ത്രിക്കുന്നത്? അതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്. 60 സെക്കൻഡ് വരെ ഈ മൂക്കിൻ്റെ കൂടെ പോകുന്ന ശ്വാസം, വായോ മൂക്കോ അല്ലാണ്ട് കൂട്ടി വെച്ച് തടഞ്ഞു വെച്ചാൽ അവിടെ വീണ് മരിക്കുന്നവനാണ് പടപ്പ്. ഈ പടപ്പ് എല്ലാം കൊണ്ടെന്ന് നടക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ ഖളാഉം തഖ്ദീറും ഉണ്ടെങ്കിൽ, അത് റബ്ബിൻ്റെ ഒരു ഇബ്തിലാവും പരീക്ഷണവും അള്ളാഹു ഈ ഉമ്മത്തിന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അത് ആരെ കൊണ്ടും നടക്കാൻ പറ്റില്ല. അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ലയോ, ഒരാളെ കൊണ്ടും ചെയ്യാനും പറ്റില്ല. ഇത് വിശ്വസിക്കുമ്പോഴേ ഈമാൻ ഉണ്ടാവും. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു. വെറുതെ പത്രം വായിച്ച് പേടിച്ചടക്കരുത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദാബു ഉമ്മതി ഫീ ദുനിയാഹാ, എൻ്റെ ഉമ്മത്തിൻ്റെ അദാബ് ഈ ദുനിയാവിലാണ്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ആര് വന്ന് ഭരിച്ചാലും ആര് ചെയ്താലും ലോകത്ത് എവിടെയും ഈ ഉമ്മത്തിന് പ്രതിസന്ധികളുണ്ട്. അത് ഉറപ്പ്. അത് അന്നുണ്ട്, ഇന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും ചെയ്യും. അത് അള്ളാഹു ഈ ലോകത്ത് എൻ്റെ ഉമ്മത്തിന് എഴുതി വെച്ചതാണ്. അവർക്ക് നാളെ പരലോകത്ത് ശിക്ഷയില്ല. ഇവിടെ ശിക്ഷിക്കപ്പെടുന്ന എൻ്റെ ഉമ്മത്തികൾക്ക് ഇവിടെ കിട്ടിയ ശിക്ഷയും പുറമെ നാളെ ശിക്ഷയും അതുണ്ടാവില്ല. ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ മാനസികമായി നമ്മൾ അനുഭവിക്കുന്ന വേദനയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു അദാബ് ഈ ഉമ്മത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നാളത്തെ അദാബ് അള്ളാഹു എടുത്തു കളയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അദാബു ഉമ്മതി ഫീ ദുനിയാഹാ, ഈ ഉമ്മത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു നിശ്ചയിച്ച ഉമ്മത്താണ്. എവിടുന്ന് കിട്ടി? വലസൗഫ യുഅ്തീക, മതി റബ്ബേ, എനിക്ക് തൃപ്തിയായി എന്ന് അങ്ങെന്നോട് പറയുന്നവരെ ഞാൻ അങ്ങേക്ക് തരും. അതാണ് ആ ആയത്തിന്റെ അർത്ഥം. സൂറത്തുൽ ദുഹ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കൂഫയിലേക്ക് വന്നപ്പോൾ കൂഫക്കാരോട് ചോദിച്ചു പോൽ, കൂഫക്കാരെ, അയ്യുൽ ആയത്തി അർജാ ഫീ കിതാബില്ലാഹ്, ഖുർആനിലെ ഏറ്റവും അള്ളാഹുവിൻ്റെ കരുണ, അള്ളാഹ് നമ്മളെ കൊടുക്കൂല, അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തി തരും എന്നൊക്കെ പറയുന്ന ആശയമുള്ള ആയത്ത് ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അപ്പോൾ അവിടെ ഒരുപാട് ആലിമീങ്ങൾ ഇരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, നഅദ്ദുഹു, ഞങ്ങൾ വിചാരിക്കുന്നത്, തെറ്റ് ചെയ്തവരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുതേ. ചെറിയ ആയത്താ അല്ലേ? ഈ ആയത്ത് അതിൻ്റെ ഒരു ഹദീസും കൂടെ ചേർത്ത് മനസ്സിലാക്കിയാൽ ഏറ്റവും വലിയ റജാ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മൾ എന്തൊക്കെ മോശക്കാരാണെങ്കിലും അള്ളാഹു നമ്മളെ ഒഴിവാക്കൂല, അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കും. സാരമില്ല, പടച്ചവൻ നമുക്ക് പുറത്തു തരും എന്ന പ്രതീക്ഷ നൽകുന്ന ആയത്താണിത്. മനസ്സിൽ കൊത്തിവെച്ചോളൂ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാ. എന്താ അതിനർത്ഥം? നബിയേ, അള്ളാഹു അങ്ങേക്ക് തരും. ഫതറല്ലാ, അങ്ങ് തൃപ്തിപ്പെടുന്നവരെ. അതിപ്പോ എങ്ങനെയാ നമുക്കാവുക? നബി തങ്ങൾ കൊടുക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് കിട്ടുന്നു പറഞ്ഞില്ലല്ലോ ആയത്തിൽ. തങ്ങൾ തൃപ്തിപ്പെടുന്നവരെ കൊടുക്കുന്നല്ലേ പറഞ്ഞത്. തങ്ങൾ എപ്പോഴാ തൃപ്തിപ്പെടുക? അത് നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയാം, ലാ യർളാ, സ്വഹാബിയുടെ വാക്കാണിത്.
അബ്ദുല്ലാഹ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുറിച്ച് തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ലാ യർളാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വവാഹിദുൻ മിൻ ഉമ്മത്തിഹി ഫിന്നാർ. എൻ്റെ ഉമ്മത്തികളിൽ ഏതെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടൂല റബ്ബേ. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തികളിൽ, അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തികളിൽ അവസാനത്തെ മെമ്പർ പോലും നരകത്തിൽ നിന്ന് കരകയറിയാലേ ഞാൻ വരെ ഹബീബ് തൃപ്തിയാവില്ല. അങ്ങനെ ഹബീബ് തൃപ്തിയാകുന്നവരെ അള്ളാഹ് കൊടുക്കും എന്നല്ലേ പറഞ്ഞത്? ഹബീബ് ചോദിച്ചത് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് അവസാനത്തെ ആള് പോലും രക്ഷപ്പെടുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഇതാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവസാനിപ്പിക്കല്ലേ? 12 മണി. നമ്മൾ എത്ര മണിക്കാണ് തുടങ്ങിയത്? 10 മണിക്കാ. ബിസ്മില്ലാ. നിർത്താനായോ? ഇവിടെ ദുആ വസിയത്തുകൾ വന്നുകൊണ്ടിരിക്കേണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ഇറക്കാം. ഇവിടെ ഒരു കുട്ടിയുടെ ചെലവിലേക്ക് 27,000 രൂപ ഉപ്പാൻ്റെ പാരത്രിക ജീവിതം റാഹത്തിലാൻ വേണ്ടി ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഉപ്പാക്ക് മോൻ ചെയ്ത ഈ സ്വദഖ നൂറായി, വെളിച്ചമായി, ഹസനത്തായി അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് 13 കുട്ടികളായി, ഇപ്പോൾ 14 എന്ന് വിചാരിക്കുക. ഇനിയൊരു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم. അലാ അറിയണമേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹു ഏറ്റെടുത്തവർ, അല്ലാഹുവിനെ സ്നേഹിച്ചവർ, അല്ലാഹുവിലേക്ക് ഷൗഖുള്ളവർ. അബ്ദുല്ലാഹ് ഇബ്നു അബീ സക്കരിയ ദിമഷ്കി, ഞാൻ ഇപ്പം മരിക്കാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഷൗഖാണത്, ഹുബ്ബാണത്. ആരൊക്കെയാണോ അല്ലാഹുവിൻ്റെ ആളുകളായവർ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്കൊന്നും സങ്കടപ്പെടേണ്ടതുമില്ല. ആരാണ് ഈ ഔലിയാക്കളെന്ന് മഹാന്മാരായ സ്വഹാബിമാർ ഹബീബായ നബിയോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരാണിവർ? ഖുർആൻ ഒരു ഡെഫിനിഷൻ തന്നു, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. മഹാനായ തൃപ്പനച്ചിൽ അല്ലാഹുവിൻ്റെ വലിയാണെന്ന്, വല്ലാഹു ഹസീബുഹു. പക്ഷേ നമ്മളതാണ് വിചാരിക്കുന്നതും മനസ്സിലാക്കിയതും നമുക്ക് ബോധിച്ചതും വല്ലാഹു ഹസീബു. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിച്ചു? അതിന്റെ കാരണം പറയാം. ആരാണ് ഔലിയാക്കൾ എന്ന് നബി തങ്ങൾ ഇതിന് മറുപടി പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലദീന യുദ്കറുല്ലാഹു ബിദിക്രിഹിം. അവരെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിനെ പറ്റി പറയുന്ന അവസ്ഥ വരും. അവരാണ് ഔലിയാക്കന്മാർ. അവരെ പറ്റി പറയുമ്പോൾ നമുക്ക് അള്ളാഹിനെ ഓർമ്മ വരിക. അവിടുത്തെ ഉറൂസ്, അവിടുത്തെ ദിക്ർ, അവിടുത്തെ മജ്ലിസ്, അവിടുത്തെ സ്വലാത്ത്, അവിടുത്തെ ജലാലിയ റാത്തീബ്, അവിടുത്തെ മങ്കൂസ് മൗലൂദ് ഓതുന്നത്, അവിടുത്തെ ഖുർആൻ പാരായണം, ഖത്മ് ചെയ്യുന്നത്, ഇതൊക്കെ അല്ലാഹുവിന്റെ ഇബാദത്തല്ലേ? അല്ലദീന യുദ്കറുല്ലാഹു ബിദിക്രിഹിം. അവരെ പറ്റി പറയുമ്പോൾ അല്ലാഹുവിനെ പറ്റി ഓർമ്മപ്പെടുത്തപ്പെടുന്നുണ്ടോ എങ്കിൽ അവരല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. ആരാണ് ഔലിയാക്കൾ? വേറെ റിവായത്തിൽ നബി തങ്ങൾ പറയുന്നത് അല്ലദീന ഇദാ റുഊ, അവരുടെ മുഖം കണ്ടാൽ യുദ്കറുല്ലാഹു ലിറുയതിഹിം, അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ. പടച്ചവനെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ, പടച്ചവനെ എന്തോ ഒരു ഭാഗ്യമുള്ള മഹാൻ, പടച്ചവനെ അവരുടെ പൊരുത്തം കിട്ടണേ ഞങ്ങൾക്ക്, പടച്ചവനെ ഈ മഹാനെ ഒന്ന് കൈപിടിക്കാൻ കിട്ടണേ. ഇങ്ങനെ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടോ? ആരെങ്കിലും കണ്ടാൽ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. ഒന്ന്, ഒരുപാട് ആശയങ്ങൾ പറയാൻ പോയാലും ആദ്യത്തേത് ഇതാണ്, കണ്ടാൽ അള്ളാഹിനെ ഓർമ്മ വരും. അങ്ങനത്തെവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. ഖീല ലിറസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, മൻ ഔലിയാഉല്ലാഹ്, ഈമാനുള്ളവരും തഖ്വയുള്ളവരും. ഖുർആൻ തന്നെ പറഞ്ഞു അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, സൂറത്ത് യൂനുസ്. ഇനി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വ്യാഖ്യാനിക്കാൻ, ആരാണ് ഔലിയാക്കൾ നബിയേ? മൻ ഔലിയാഉല്ലാഹ് അല്ലദീന ഇദാ റുഊ ദുകിറല്ലാഹ്. ചില ആളുകളെ കണ്ടാൽ, അവരുടെ മുഖം കണ്ടാൽ, അവരെ പറ്റി കേട്ടുകഴിഞ്ഞാൽ, അവരെ സ്മരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദുഖിറല്ലാഹ്, അവിടെ അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടും. അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവർ കിതാബ്
കിതാബു സുഹുദിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഹജ്ജത്തുൽ വിദാഅ്, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളോട് യാത്ര ചോദിച്ച ഖുതുബയാണത്. ഉമ്മത്തികളോട് ഞാൻ പോവാണ് കേട്ടോ, ഞാൻ പോവാണ്. അന ഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അടുത്ത് ഞാൻ ഉണ്ടാകും കേട്ടോ. അങ്ങ് പോയ എവിടെ നബി? അങ്ങ് ഞങ്ങൾ കാണാൻ അങ്ങ് പോവാണോ? ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പോവല്ല. ഖിയാമത്ത് നാൾ വരെ ഖബറിൽ നമ്മൾ വിശ്രമിക്കുകയാണ്. എല്ലാവരും ഖബറിൽ കിടക്കുകയാണ്, വിശ്രമമാണ്. ഖിയാമത്ത് നാൾ ലോകം അവസാനിക്കണവരെ ആദം നബി മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരും അവരവരുടെ വിശ്രമസ്ഥാനങ്ങൾ, റൂഹുകൾ എല്ലിയീനിലൊക്കെ ആയിരിക്കും. അവരുടെ വിശ്രമസ്ഥാനങ്ങൾ ജസദുമായി കണക്ഷൻ അല്ല കൊടുക്കും. അവർ വിശ്രമത്തിലാണ്. ഏതുവരെ? ഈ ലോകത്തെ അള്ളാഹു നശിപ്പിക്കുന്ന ഖിയാമത്ത് നാൾ നടക്കണവരെ വിശ്രമത്തിലാണ്. എല്ലാവരും വിശ്രമത്തിലാണ്. അപ്പോ തങ്ങൾ പറയാ, ഖിയാമത്ത് നാൾ ആയാലല്ലേ നമുക്ക് കാണാനുള്ള ചാൻസ് ഉള്ളൂ, നമ്മൾ അവിടെയല്ലേ ഇടപഴകുള്ളൂ, അടുത്ത് നേർക്കുനേരെ കാണുള്ളൂ. അപ്പൊ നബി അങ്ങ് പോയാൽ ഈ ഖിയാമത്ത് നാൾ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ സമ്മേളനം പോലെയാണത്. കോടാനുകോടി ആൾക്കാരല്ലേ വരുന്നത് റബ്ബേ. അതിനിടയിൽ എങ്ങനെ അറിയാനാണ്? ചിലരെ ബസ്സിൽ തലയിലൊക്കെ ബസ് ഉണ്ടാവുന്ന ബസ്സൊക്കെ ഈ വിറക് കൊണ്ടുവരുന്നവരെ, വിറക് കൊണ്ട് പെണ്ണുങ്ങൾ കൊണ്ടുവന്നല്ലേ നാണുങ്ങളൊക്കെ കെട്ടാക്കിയിട്ട് ഒരു നടത്തണ്ടല്ലോ, കയ്യും തൊടാതെ ഒരു നടത്തം. ചില ആൾക്കാരൊക്കെ ബസ്സും ലോറിയൊക്കെ തലയിൽ വെച്ച് നിൽക്കുന്ന ഖിയാമത്ത് നാളിൽ എന്താണെന്നറിയോ? ബസ് കട്ടോലായിരിക്കും. എന്താണോ മോഷ്ടിച്ചത് അത് തലയിൽ വെച്ച് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. മുട്ടുസൂചി വരെ ഓഫീസിൽ നിന്ന് പേപ്പർ കട്ടതാണെങ്കിൽ ആ പേപ്പർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇത്ര പേപ്പർ പോയി, ചിലതൊക്കെ പേപ്പർ കട്ടായിരിക്കും. അപ്പോൾ ഓരോ സാധനവും മോഷ്ടിച്ചത് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹിനോട് മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ അടി കൂടെയൊക്കെ വരിക പല കാഴ്ച. ചില ബിൽഡിങ്ങൊക്കെ കാരണം തലയിലുണ്ടാവുക, ആധാരമൊക്കെ മറിച്ചുണ്ടാക്കിയിട്ട് കാശ് കൊടുത്തുണ്ടാക്കിയിട്ട് സാധുക്കളെ മുതൽ തട്ടിയെടുത്തതാകാരം. അപ്പോൾ ബിൽഡിങ്ങും തലയിൽ വെച്ചാൽ വരിക. അപ്പോൾ ബിൽഡിംഗ് കെട്ട മഹാനാണല്ലേ, അവിടെ തന്നെ അയ്ബല്ലേ മനുഷ്യന്മാരുടെ ഇടയിൽ. ചിലരൊക്കെ ഒരു വലിയ മതിലൊക്കെ ഇങ്ങനെ 10 സെൻറ്റ് 20 സെൻറ്റൊക്കെ ഭൂമിയാണ് ഓരോരുത്തരുടെ തലയിലും തോളിലൊക്കെ. എന്താ അത് തിരക്കി ഉണ്ടാക്കിയത് അയലൊക്കെക്കാരൻ്റെതേ. അവിടെ കൊണ്ടുവരേണ്ടി വരും. ഇതൊക്കെ നാട്ടുകാർ മുഴുവൻ കാണും. അങ്ങനത്തെ ഒരു ലോകമാണ്. ഇതിൻ്റെ ഇടയിൽ നബിയെ ഞങ്ങൾ എങ്ങനെയാ അങ്ങയെ കാണുക? സ്വഹാബിമാരുടെ വ്യാകുലത അതാണ്. ഞാൻ പോവാൻ. അന ഫറതുകും ഇൻദൽ ഹൗദ്. ഹിസാബൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾ വരൂലേ ദാഹിച്ചിട്ട്, അപ്പൊ നിങ്ങൾക്ക് കുടിക്കാൻ നിങ്ങളുടെ ദാഹം പിന്നെ ഒരിക്കലും ദാഹിക്കൂല. അങ്ങനത്തെ ഒരു വെള്ളമാണ് ഹൗദുൽ കൗസർ. അത് തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് ഉണ്ടാവട്ടോ. ഇനി അവിടെ നോക്കിയാൽ കാണാം. അവിടെ ഇല്ലേ ഞാൻ മീസാൻ നിങ്ങളുടെ അമല് തൂക്കുന്നിടത്ത് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കുമ്പോൾ ശരിയല്ലേ, അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ, അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഞാനവിടെ ദ്വാരക്കുന്നുണ്ടാവും. അവിടെ ഇല്ലെങ്കിൽ ഞാൻ സിറാത്തിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. സിറാത്ത് പാലം നിങ്ങൾ കടക്കുമ്പോഴേ എൻ്റെ ഉമ്മത്തികൾ പോകുമ്പോൾ അല്ലാഹുമ്മ സല്ലിം, രക്ഷപ്പെടുത്ത റബ്ബേ, അല്ലാഹുമ്മ സല്ലിം എന്ന് പറഞ്ഞ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഞാൻ നിൽക്കുന്നുണ്ടാവും. ലാ തഫൂതുനി, നിങ്ങൾ ഈ 3 സ്ഥലത്തല്ലാതെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ഞാൻ അവിടെ ഉണ്ടാവുള്ളൂ. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ ഫാത്തിമ ബീവിയും ആയിഷ ബീവിൻ്റെ അടുത്ത് ഞങ്ങൾ എവിടെയും പോയിരിക്കുന്നാവില്ല. എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാകും. ഉമ്മത്തികൾ വിഷമിക്കുന്ന 3 സ്ഥലങ്ങളിൽ, ഒന്ന് സിറാത്ത്, ഒന്ന് മീസാൻ, മറ്റൊന്ന് ഹിസാബ് കഴിഞ്ഞ് ദാഹിച്ചു വരുന്ന നേരത്ത് വെള്ളം തരാൻ ഹബീബായ നബിയുണ്ട്. അതാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്.